ബംഗ്ലാദേശ് ഹിന്ദുവേട്ടയ്ക്കെതിരെ ഇന്ത്യ മുന്നണിയെ വിമർശിച്ച് ബിഎസ്പി അധ്യക്ഷ മായാവതി. മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് മൗനം പാലിക്കുന്നത്. കലാപത്തിനിരകളായ ഹിന്ദുക്കളിൽ ഭൂരിഭാഗവും ദളിതരെന്നും മായാവതി പറഞ്ഞു. ഗൗതം അനന്തനാരായണനുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാനായിട്ട്. ഗൗതം, പലസ്തീൻ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യ മുന്നണിക്ക് രംഗത്ത് വരാനറിയാം. നേരത്തെ നമുക്കറിയാം പല വിഷയങ്ങളിലും ഇതുപോലെ തന്നെ മറുപടി പറഞ്ഞെങ്കിലും നമ്മുടെ അയൽ സംസ്ഥാനമായ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രൂരമായ വേട്ട കാണാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അതിരൂക്ഷ വിമർശനം തന്നെയല്ലേ മായാവതി ഇന്ത്യ മുന്നണിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്? രജനി, പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിനെയും മറ്റും വിമർശിച്ച് നേതാക്കൾ രംഗത്തെത്തുകയാണ്. മായാവതി വലിയ വിമർശനമാണ് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ മറ്റ് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികൾക്കുമെതിരെ ഉയർത്തുന്നത്. മായാവതി ചൂണ്ടിക്കാണിക്കുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള കലാപം അവസാനിക്കുന്നേയില്ല. വലിയ തോതിലുള്ള അക്രമം ഹിന്ദു സമൂഹം അവിടെ നേരിടുകയാണ്. അതിൽ വലിയൊരു വിഭാഗം ദളിതരാണ്. അതായത് ഹിന്ദുക്കൾക്ക് നേരെ മുസ്ലിങ്ങൾ അവിടെ അക്രമം നടത്തുന്നു. അതിന് ഏറ്റവും കൂടുതൽ ഇരകളാക്കപ്പെട്ടത് ഹിന്ദുക്കളിൽ തന്നെ ദളിത് വിഭാഗമാണ്. പക്ഷെ എന്നിട്ടും ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസോ അതല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയോ ഒന്നും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അവർ സാമ്പലിനെ പറ്റി മാത്രമാണ് പറയുന്നത് എന്ന വിമർശനമാണ് BSP അധ്യക്ഷയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സാമ്പൽ സംഘർഷത്തെ പറ്റി വാദോരാതെ സംസാരിക്കുന്ന SP-യും കോൺഗ്രസ് നേതാക്കളും മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ബംഗ്ലാദേശ് വിഷയത്തിൽ മൗനം പാലിക്കുന്നത്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഈ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളെല്ലാം എന്ന രൂക്ഷ വിമർശനം പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നു എന്നതാണ് ശ്രദ്ധേയം. ബംഗ്ലാദേശ് ഹിന്ദുവേട്ടയ്ക്കെതിരെ ഇന്ത്യ മുന്നണിയെ പരസ്യമായി വിമർശിച്ചിരിക്കുകയാണ് BSP അധ്യക്ഷ മായാവതി. ഗൗതമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.